വസതി മുഴുവൻ കൃഷ്ണന്റെ ഗന്ധം നിറഞ്ഞിരുന്നു. ഇപ്പോൾ കൃഷ്ണൻ ഇവിടെ സന്നിഹിതനായിരുന്നു. കൃഷ്ണയെ കാണുന്നതിന് മുൻപ് സഖാവായ അർജുനൻ എന്തോ ഉപദേശം നൽകുകയായിരുന്നു. ഇന്ന് വീരനായ അർജുനനോട് ആദ്യരാത്രിയാണ്. എൻ്റെ ജീവിതത്തിലെ ആദ്യരാത്രി 5 എണ്ണമുണ്ട്. ഓരോ രാത്രിയും ഗഹനമായ സംയമനത്തിനും അന്തസംഘർഷത്തിനും ശേഷം പ്രഭാതത്തിലേക്ക് നീങ്ങുന്നു. എന്നാൽ ഇന്നത്തെ രാത്രി വിശിഷ്ടമാണ്. എൻ്റെ ജീവിതത്തിലെ അത്യന്തം കാമ്യമായ രാത്രി ഇതായേണ്ടിയിരുന്നു. അർജുനൻ എൻ്റെ ഏക ഭർത്താവായിരുന്നുവെങ്കിൽ. എന്നാൽ നാടകത്തിലെ ഏതോ അവസ്ഥാകൃതിശം പോലെ എൻ്റെ ജീവിതത്തിൽ ഓരോന്ന് സംഭവിച്ചുകൊണ്ടേയിരുന്നു. മറ്റെവിടെയെങ്കിലും എന്നെങ്കിലും ഇങ്ങനെയൊരു സംഭവിച്ചിരിക്കുമോ? 3-ാം ദിവസത്തെ രാത്രി ഇതായിരിക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. പരിസ്ഥിതികളുടെ സമ്മർദ്ദത്തിന് വിധേയനായ മനുഷ്യ പല കാര്യങ്ങളും ചെയ്യുവാൻ നിർബന്ധിതനാകുന്നു. രാജ്യത്തിനും വംശത്തിനും ധർമ്മരക്ഷയ്ക്കും വേണ്ടി മനുഷ്യൻ സ്വന്തം ആഗ്രഹത്തിന് വിരുദ്ധമായി പല കാര്യങ്ങളും ചെയ്യുന്നു. തന്മൂലം അയാൾക്ക് ബഹുമാനം വർദ്ധിക്കുന്നു, മാന്യത ലഭിക്കുന്നു. എന്നാൽ അയാളുടെ ആത്മാവിന് ശാന്തി ലഭിക്കുന്നോ ഇല്ലയോ എന്ന് പറയുവാൻ വയ്യ. മനസ്സിൻ്റെ അംഗീകാരമുള്ള കാര്യത്തിൽ ആത്മാവും തൃപ്തനാകുന്നു. എൻ്റെ അവസ്ഥയും അതിന് അനുഭവമായിട്ടുള്ളതാണ്. എൻ്റെ ആത്മാവിനെ അർജുനൻ അർപ്പിച്ച ശേഷമാണ് എന്നെ 5 ഭർത്താക്കന്മാരെ ഭരിക്കുവാൻ നിർബന്ധിതരാക്കിയത്. എന്തിനു വേണ്ടി? ധർമ്മരക്ഷയ്ക്ക് വേണ്ടി. 5 ഭർത്താക്കന്മാരുണ്ടെങ്കിലും അർജുനൻ്റെ അടുത്താണ് എൻ്റെ ആത്മാവ് പണയം വെച്ചിരിക്കുന്നതെന്ന് സമ്മതിച്ചേ തീരൂ. സഖ്യ നിതുംബിനി എൻ്റെ മനസ്സറിയുന്നവളാണ്. അതിന് ഇന്ന് ശയനമുറി കെങ്കേകമായി അലഞ്ചിരിച്ചിരും. നീലയാമ്പൽ, ചെമ്പകം മുതലായ സുഗന്ധ പുഷ്പങ്ങളാൽ വാതിലും ജനകളും ശോഭനീയമാക്കിയിരുന്നു. വജ്രവും ഇന്ദ്രനീലവും മുത്തും മാണിക്യവും കൊണ്ട് അലങ്കരിക്കുവാനായിരുന്നു അവർക്ക് ആഗ്രഹം. എന്നാൽ എൻ്റെ അഭിരുചിത അവർക്കറിയാം. രാജകുമാരിയാണെങ്കിലും എൻ്റെ അഭിരുചി ഇങ്ങനെ ആയത് എന്തുകൊണ്ട്? വിധിയുടെ ഇംഗിതം ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരിക്കാം. വർഷങ്ങളോളം ഈ രാജറാണിക്ക് വന്ന റാണിയായി കഴിയേണ്ടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. നിതുംബിനി എൻ്റെ രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചു. എൻ്റെ എതിർവാദം അവൾ അവഗണിച്ചു. ഇന്നു മുതൽ സന്യാസിയുടെ ജീവിതം അവസാനിച്ചു. ഇപ്പോൾ രാജറാണിയാണ്. ഹസ്തിനാപുരിയെ രാജറാണി സ്വർണ്ണ നൂലുകൊണ്ടുണ്ടാക്കിയ പട്ടുവസ്ത്രങ്ങൾ ധരിക്കും, രത്നാഭരണങ്ങൾ ധരിക്കും. ശയ്യാഗ്രഹത്തിൽ പ്രവേശിക്കുമ്പോൾ രത്നവും പവിഴവും പതിച്ച നുപരമുണ്ടായിരിക്കണം. സഖിമാർ എന്നെ ശയ്യാഗ്രഹത്തിൽ വിട്ടിട്ട് കഥക് ചാരിയ ശേഷം തിരികെ പോയി. മുത്തുപതിച്ച് മിന്നുന്ന പുതപ്പ് പുതച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുരുഷൻ അർജുനനെ പ്രതീക്ഷിച്ചു നിന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ വേഷം എത്ര അപൂർവം! നെടിയ ശരീരം, സൗമ്യ ശോഭ, ഉജ്ജ്വല നേത്രങ്ങൾ, ചന്ദന ചർജിതമായ മുഖകാന്തി, കഴുത്തിൽ ശുഭ്രപുഷ്പഹാരം, ഇടതിങ്ങിയ ചുരുൾമുടുക്കിടയിൽ മോഹകാഭിഷേകത്തിൻ്റെ ഭംഗി, കണ്ണുകളിൽ നീല സമുദ്രത്തിന്റെ സ്ഥിരമായ തരംഗലീല. ഒന്നേ നോക്കിയുള്ളൂ. ലജ്ജയാൽ കണ്ണുകൾ താന്നു. അനന്തകാരം വലിയ മനോഹരമായ രൂപം നോക്കിക്കൊണ്ടിരിക്കുവാൻ മനസ്സ് ആനുഗ്രഹിച്ചു. എന്നാൽ ലജ്ജ സഹനശീലമായില്ലാത്തവളാണ്. അർജുനൻ കോമളഭാവത്തോടെ ഇരിപ്പിടം ഉപേക്ഷിച്ച് എൻ്റെ നേർക്ക് വരുന്നു. വിറയ്ക്കുന്ന ഹൃദയത്തോടെ ഞാൻ അനങ്ങാതെ നിന്നു. പരമകാമ്യനായി ഈ പുരുഷന് മുൻപിൽ ഞാൻ സർവസ്വവും അർപ്പിച്ചു കഴിഞ്ഞാൽ മറ്റ് 2 ഭർത്താക്കന്മാരുടെ മുൻപിൽ കന്യാകത്വം എങ്ങനെ നിലനിർത്തും? എന്നാൽ കാമദേവന് തുല്യനായ കമനീയ പുരുഷൻ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ നിന്ന് ഇദ്ദേഹത്തെ എങ്ങനെ മടക്കി അയച്ചാൽ ഇദ്ദേഹത്തിൻ്റെ പ്രേമാതുരമായ ഹൃദയം പങ്കമാകുമില്ലേ? അതിനു മുൻപ് എൻ്റെ ഹൃദയം 100 കഷ്ണങ്ങളായി ചിന്നിച്ചിതറും. നോട്ടം എൻ്റെ ഹൃദയാശ്വരത്തിൽ തറച്ചു നിന്നു. ഈ വ്യാകുല ഹൃദയത്തെ എങ്ങനെ ബോധവത്കരിക്കും? അടുത്ത നിമിഷത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ മാറിൽ ഈ ചന്ദന ചർജിതമായ മുഖകാന്തി എങ്ങനെ വന്നുപെട്ടു? അദ്ദേഹം അകലെയാണ്. നിതുംബിനി എത്ര ദുഷ്ടയാണ്! എൻ്റെ കഴുത്തിലെ രത്നാഹാരത്തിൻ്റെ പതക്കത്തിൽ അതിൻ്റെ മുത്തിൻ്റെ ചെറിയ ദർപ്പണം അവൾ ഒടിച്ചു വെച്ചിരുന്നു. ആ ദർപ്പണത്തിൽ അർജുനൻ്റെ രൂപം പ്രതിഫലിക്കുന്നു. അദ്ദേഹം മൃദുവായി മന്ദഹസിക്കുന്നു. ഞാൻ ലജ്ജ കൊണ്ട് വിവശയായി ദർപ്പണത്തിൽ നിന്ന് നോട്ടം പിൻവലിച്ചു. കൈകാലുകളിൽ നോട്ടം ഉറപ്പിച്ചു. എന്നാൽ അവിടെയും അതേ അവസ്ഥ. അവിടെ ഓരോ ഇതളിലും പതിപ്പിച്ച രത്നഖഡ്ഗത്തിൽ അർജുനൻ്റെ പ്രതിച്ഛായ നിൽക്കുന്നു. എൻ്റെ രത്നവളകളിൽ, മോതിരത്തിൽ, കമ്മലിൽ, നെറ്റിച്ചുട്ടിയിൽ, മൂക്കുത്തിയിലെല്ലാം അർജുനൻ്റെ മണിമയ രൂപം ശോഭിക്കുന്നു. എൻ്റെ ഓരോ അവയവത്തിലും അർജുനൻ്റെ രൂപം ചിത്രീകരിക്കപ്പെടുന്നു. എൻ്റെ അവയവങ്ങൾ രോമാഞ്ചം കൊണ്ടു. ശരീരത്തിൽ സ്വേദബിന്ദുക്കൾ നിരന്നു. അവയിലും അർജുനൻ്റെ തിളക്കം. ഞാൻ സ്വയം എങ്ങനെ നിയന്ത്രിക്കും? എങ്ങനെ ധർമ്മം രക്ഷിക്കും? ഇനിയും അഗ്നിസാക്ഷിയായി 2 വിവാഹം കൂടി നടത്തേണ്ടതുണ്ട്. അർജുനൻ്റെ സ്പർശനം കൊണ്ട് എനിക്ക് മോഹാലസ്യം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നീട് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? എൻ്റെ മനോഗതം അദ്ദേഹം മനസ്സിലാക്കി. മൃദുസ്വരത്തിൽ വിളിച്ചു,
കൃഷ്ണേ, ഇതാരുടെ ശബ്ദമാണ്? കൃഷ്ണൻ്റെ ആണോ? ഈ മൃദു മധുര സ്വരം അദ്ദേഹത്തിൻ്റെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സഖാവായ അർജുനന് എൻ്റെ കൃഷ്ണേ എന്ന പേരെങ്ങനെ മനസ്സിലായി? അതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പേര്. എൻ്റെ ശ്രദ്ധ പതറി. അർജുനൻ സംസാരിച്ചു. എന്തിനു വിഷമിക്കുന്നു? എനിക്ക് നിങ്ങളോട് പ്രതിജ്ഞ അറിയാം. ഭാര്യയുടെ പ്രതിജ്ഞ പൂർത്തിയാക്കേണ്ടത് ഭർത്താവിൻ്റെ ധർമ്മമാണ്. 5 ഭർത്താക്കന്മാരുമായുള്ള വിവാഹത്തിന് മുൻപ് ഒരു ഭർത്താവും നിങ്ങളുടെ പവിത്രമായ കന്യകാത്വത്തിൽ കളങ്കം ചാർത്തുവാൻ ശ്രമിക്കുകയില്ല. ഇതാണ് പാണ്ഡവന്മാരുടെ സവിശേഷത. എന്നാൽ കൃഷ്ണേ, വാക്യം ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് അദ്ദേഹം മൗനം പോട്ടു. ദുഃഖത്തിൻ്റെയും വിഷാദത്തിൻ്റെയും കാർമേഘങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസന്നമായ മുഖത്ത് നിഴൽ പരത്തി. അദ്ദേഹത്തിന് എന്ത് ദുഃഖം? ഞാനാണോ അദ്ദേഹത്തിന് ദുഃഖകാരണം? അങ്ങനെയാണെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്നതിന് എന്തർത്ഥമാണുള്ളത്? അദ്ദേഹം അടഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, നിങ്ങളോടൊപ്പമുള്ള എൻ്റെ പരമസുഖത്തിൻ്റെ നിമിഷങ്ങൾ കഴിഞ്ഞുപോയി. നിങ്ങളെ എന്നോടൊപ്പം ഒറ്റയ്ക്ക് ലഭിച്ച സമയം, അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സമയം. നമ്മുടെ പക്കലുള്ള ശേഷിച്ച സമയം ധർമ്മരക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കും. സംസ്കാരത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയും ലോക നന്മയ്ക്ക് വേണ്ടിയും അർപ്പിക്കപ്പെട്ടതായിരിക്കും അത്. ആത്മവിശ്വാസം കൈവിടിഞ്ഞാൽ അതെങ്ങനെ പ്രാവർത്തികമാകും? നിങ്ങളിപ്പോൾ ലോകത്തിൻ്റെയായി കഴിഞ്ഞു. ലോകത്തിലെ ധർമ്മരക്ഷയ്ക്കായി നിങ്ങൾ സ്വയമർപ്പണം നടത്തി. ഇക്കാര്യത്തിൽ ഞാൻ നിങ്ങളെ എങ്ങനെ കുറ്റപ്പെടുത്തും? ഞാൻ ചകിതയായി ഭർത്താവിനെ നോക്കി. ലജ്ജയും സങ്കോചവും എല്ലാം അകന്നു. എൻ്റെ ഉള്ളിലെ അഭിസാരികയായ വധു അകലെ എങ്ങോട്ടോ മാറിപ്പോയി. അർജുനൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്നോടൊപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതം ഇന്ന് ആരംഭിച്ചതല്ലേ ഉള്ളൂ. മധുരമായ ആ സംമിക മുഹൂർത്തത്തിൽ എന്നോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സുഖത്തിൻ്റെ ദിവസങ്ങൾ അവസാനിച്ചെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അല്ലെങ്കിൽ എന്നെ എങ്ങനെ കുറ്റപ്പെടുത്തും? അർജുനൻ എല്ലാം മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കൈ പിടിച്ച് രക്തപര്യങ്കത്തിൽ ഇരുത്തി അദ്ദേഹം പറഞ്ഞു, സ്വയംവര സഭയിൽ നിന്നിറങ്ങി നാം വനമാർഗത്തിലൂടെ വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ എൻ്റേത് മാത്രമല്ലായി തീരുമെന്ന് ആരറിഞ്ഞു? ആ നിമിഷങ്ങളിൽ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠനായ വീരനാണ് ഞാനെന്ന ബോധം എന്നിൽ നിറഞ്ഞു നിന്നു. നിങ്ങളുടെ മേൽ സൂര്യരശ്മിയോ ചന്ദ്രകിരണമോ വീണാൽ സൂര്യചന്ദ്രന്മാരെ പോലും നീക്കം ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. നമ്മുടെ വളർത്തുമാനോ വളർത്തു പക്ഷികളായോ തത്തയോ മൈനയോ നിങ്ങളെ സ്നേഹമാനോ അങ്ങനെയെങ്കിലും സ്പർശിച്ചില്ല എന്നെങ്കിൽ അവയുടെ ശിരച്ഛേദം ഞാൻ നിർവഹിക്കുമെന്ന് പോലും ചിന്തിച്ചു. കഴുത്തിൽ കിടക്കുന്ന രത്നഹാരത്തിനോട് പോലും എനിക്ക് അസൂയ തോന്നും. എനിക്കൊരു അപേക്ഷയുണ്ട് കൃഷ്ണേ, എൻ്റെ മുൻപിൽ വരുന്ന സമയത്ത് ഈ ഹാരങ്ങളും കർണാഭരണങ്ങളും അഴിച്ചു മാറ്റണം. ഭർത്താവ് എന്ന നിലയിൽ ഞാനതെങ്ങനെ സഹിക്കും? എന്നാൽ 3ാമത്തെ രാത്രിയിൽ മാത്രമേ എനിക്ക് നിങ്ങളെ കാണുവാൻ പറ്റൂ എന്നും കുറച്ച് ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരുമെന്നും ആരറിഞ്ഞു? ഇനി നകുലൻ്റെയും സഹദേവൻ്റെയും കൂടി വിവാഹം കഴിഞ്ഞിട്ട് 3ാമത്തെ രാത്രി വരെ. ഞാൻ കുറ്റപ്പെടുത്തുന്ന സ്വരത്തിൽ പറഞ്ഞു, അങ്ങനെ ജയിച്ചു. കൃഷ്ണയുടെ മേൽ മറ്റാർക്കും അവകാശമില്ലെന്ന് പറയാമായിരുന്നില്ലല്ലോ. അങ്ങെല്ലാം എനിക്ക് വിട്ടുതന്നത് എന്തിനാണ്? അർജുനൻ വിഷാദം നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ജ്യേഷ്ഠൻ്റെ അറവറച്ചിലും അമ്മയുടെ മറുപടിയും അതിനുശേഷം ഞാൻ പറഞ്ഞത് പുത്രൻ എന്ന നിലയിലും ഇളയ സഹോദരൻ എന്ന നിലയിലുമായിരുന്നു. ധർമ്മപ്രകാരം എനിക്കെങ്ങനെ മാത്രമേ പറയുവാൻ കഴിയുമായിരുന്നുള്ളൂ. എൻ്റെ മറുപടി എന്തായിരിക്കുമെന്ന് ജ്യേഷ്ഠനും അമ്മയും ഊഹിച്ചിരുന്നു. എന്നാൽ നിങ്ങൾക്ക് സ്വതന്ത്രമായി മറുപടി പറയാമായിരുന്നു. നിസ്സങ്കോചം, നിർവിഘ്നം സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കാമായിരുന്നു. ക്രോധവും അഭിമാനവും ശോഭവും മൂലം എൻ്റെ കണ്ഠം ഇടർന്നുണ്ടായിരുന്നു. കണ്ണുനീരോടുകൂടി ഞാൻ പറഞ്ഞു, ഈ ഭൂമിയിൽ പഞ്ചപാണ്ഡവന്മാരെയും അവരുടെ അമ്മയും ഗുരുദേവനായ കൃഷ്ണദ്വൈവായനനും അങ്ങയുടെ സഖാവായ ശ്രീകൃഷ്ണനും ധർമ്മരക്ഷയ്ക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ സന്നദ്ധരാണ്. ദ്രൗപദി മാത്രം സ്വന്തം സുഖവും മാന്യതയും ആത്മലക്ഷ്യയും വലുതാണെന്ന് കരുതി ഇവരുടെയെല്ലാം അഭിപ്രായം തിരസ്കരിച്ച് ലോകത്തിൻ്റെ അനാദരവിനും അഭിശാപത്തിനും പാത്രമാകണമെന്നായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അങ്ങയുടെ ആഗ്രഹം പൂർത്തിയാക്കാമായിരുന്നു. കൃഷ്ണ തുറന്നു പറയുമായിരുന്നു. ഞാൻ കോപമടക്കുവാൻ പാടപ്പെട്ടു. അർജുനൻ്റെ തോളിൽ കൈവച്ച് ശാന്തസ്വരത്തിൽ പറഞ്ഞു, കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കരുത്. കൃഷ്ണേ, അല്പസമയത്തേക്ക് പൂർണ്ണമായും എൻ്റേതെന്ന നിലയിൽ നിങ്ങളെ കിട്ടിയതും എൻ്റെ ഭാഗ്യമല്ലേ? ഭൂമിയിലെ ബൃഹത്തായ സ്വാർത്ഥത്തിനു വേണ്ടി വ്യക്തിപരമായ സ്വാർത്ഥം ബലിയർപ്പിച്ചതിന് അനേകം ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇപ്പോൾ ഭൂമി ആപത്തിൽപ്പെട്ടിരിക്കുന്നു. നമുക്ക് വേണ്ടിയല്ല, മറ്റൊരു ബൃഹത്തായ ലക്ഷ്യത്തിനു വേണ്ടിയാണ് നാം ഈ ഭൂമിയിൽ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഞാൻ എൻ്റെ സഹോദരനിൽ നിന്ന് ഭിന്നനല്ല. ഏതെങ്കിലും കാരണത്താൽ ഭിന്നനാകുവാൻ ആഗ്രഹിച്ചാൽ അതെൻ്റെ ഉള്ളിലെ മൃഗീയതയുടെ ഉപദ്രവം മൂലമാകാം. നിങ്ങളെക്കുറിച്ച് ഊറ്റം കൊള്ളുന്നതും
എൻ്റെ പൗരുഷത്തിൻ്റെ അഹംബോധം കൊണ്ടാണ്. വാസ്തവത്തിൽ നിങ്ങൾ ആരാണ്? ഞാൻ ആരാണ്? എൻ്റെ 4 സഹോദരന്മാർ ആരാണ്? നമ്മൾ എവിടെ നിന്ന് വന്ന് എങ്ങോട്ട് പോകുന്നു? ഇതൊന്നും നമുക്കറിഞ്ഞുകൂടാ. ഈ ഭൂമിയിൽ കഴിഞ്ഞുകൂടുന്ന നാളുകളിൽ നിങ്ങൾ എല്ലാവരുടെയും സുഖവും സമൃദ്ധിയും അഭിവൃദ്ധിയും എടുത്തില്ല എങ്കിൽ എനിക്ക് ദുഃഖമുണ്ടാകുന്നത് എങ്ങനെയാണ്? അതെൻ്റെ സ്വാർത്ഥതമാകുകയില്ലേ? ഞാൻ അദ്ദേഹത്തിൻ്റെ ധർമ്മോപദേശം കേട്ടുകൊണ്ടേയിരുന്നു. അദ്ദേഹം എന്നെ ഉപദേശിക്കുന്നതിനേക്കാൾ കൂടുതലായി തന്നെ തന്നെ ഉപദേശിക്കുകയായിരുന്നു. എന്നേക്കാളേറെ ദുഃഖിതനും നിസ്സഹായനുമായിരുന്നു. സഹാനുഭൂതിയിൽ എൻ്റെ മനസ്സ് നടന്നു. സഖാവായ ഗോവിന്ദനോട് ക്രോധം തോന്നും. ശാസ്ത്രജ്ഞനും ചിന്തകനും ആര്യാവർത്തത്തിലെ ശ്രേഷ്ഠ പുരുഷന്മാരായ ഗോവിന്ദന്റെ പ്രിയ സഖാവാണല്ലോ അർജുനൻ. എന്ത് അപരാധത്താലാണ് ആ അർജുനന്റെ ഭാര്യയ്ക്ക് അന്യപങ്കാളികൾ ഉണ്ടായത്? അവർ സഹോദരന്മാർ ആണെങ്കിൽ പോലും അന്യപുരുഷന്മാർ തന്നെയാണല്ലോ. ഇത്തരം അധികാരം അവർക്ക് എന്തുകൊണ്ട് ലഭിച്ചു? ക്രോധവും പരിഭവവും എല്ലാം മറന്ന് ഞാൻ അർജുനന്റെ ദുഃഖത്തിൽ ആർദ്രയായി. എൻ്റെ കണ്ണുകളിൽ 2 തുള്ളി കണ്ണുനീർ തുളുമ്പി വീണു. അത് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ മുത്തുകൾ പോലെ പതിച്ചു. അർജുനൻ വ്യഥയോടെ പറഞ്ഞു, കൃഷ്ണേ, നിങ്ങൾ സുന്ദരിയായ ഒരു സാധാരണ രാജകുമാരി മാത്രമല്ല, വിദ്യയിലും ജ്ഞാനത്തിലും വൈവിഷ്ട്യമുള്ളവൾ, കവയിത്രി. ജീവിതത്തിലെ കണ്ണുനീർ കൊണ്ട് വളരെ പ്രയോജനമുണ്ട്. കണ്ണുനീരിനപ്പുറം മോഹാലസ്യത്തിനും സാധ്യതയുള്ള സമയം വന്നേക്കാം. അതിനാൽ കൂടെ കണ്ണുനീരിനെ അപമാനിക്കുന്നത് ഉചിതമല്ല. ജീവിതത്തിൽ ദുർദിനങ്ങളെ കൂട്ടുകാരാണ് യഥാർത്ഥ കൂട്ടുകാർ. കണ്ണുനീർ യഥാർത്ഥ കൂട്ടുകാരാണ്. അവയെ പാഴാക്കി കളയരുത്. ഞാൻ കണ്ണു തുടച്ചിട്ട് അങ്ങോട്ട് നോക്കി. മേഘങ്ങൾ മൂടിയാലും ആകാശത്തിൻ്റെ വിസ്തൃതിക്ക് തടസ്സമുണ്ടാകുന്നില്ല. വിഷാദ സ്പർശനം ഉണ്ടായിട്ടും അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തിന് എള്ളിട പോലും കുറവുണ്ടായിട്ടില്ല. നേരെ മറിച്ച് വിഷാദികളുമയുടെ അസവിഷ്ടമായ സ്പർശത്താൽ അദ്ദേഹത്തിൻ്റെ പൗരുഷം കൂടുതൽ ഗംഭീരവും മഹിമാമയവും ആവുകയാണുണ്ടായത്. ഞാൻ ദുഃഖം മറന്ന് മുഗ്ധഭാവത്തോടെ അദ്ദേഹത്തിൻ്റെ മുഖശോഭയിൽ നോക്കി നിന്നു. ഞാൻ ആലോചിച്ചു, ജീവിതത്തിൽ നിന്നയും അപവാദവും ദുഃഖവും സംഘർഷവും അനുഭവിക്കേണ്ടി വന്നാലും അർജുനനെ ലഭിച്ചതിൽ ഞാൻ ധന്യയാണ്. നിമിഷങ്ങൾക്കുള്ളിൽ കലുഷ്യവും മുഴുവൻ ഇല്ലാതെയായി. അർജുനനും പ്രസന്ന വരുത്തുവാൻ ശ്രമിച്ചു. നമ്മുടെ നിയന്ത്രണത്തിനല്ലാത്ത കാര്യങ്ങൾ ദുഃഖിച്ചിട്ട് എന്താണ് ഫലം? അർജുനൻ എൻ്റെ അടുത്തിരുന്നു. ഉറ്റ ബന്ധുവിനെ പോലെ പറഞ്ഞു, 2 കാരണങ്ങളാൽ നിങ്ങളെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഒന്ന്, നിങ്ങളുടെ കൃഷ്ണ എന്ന പേര്. എൻ്റെ പ്രിയ സഖാവായ കൃഷ്ണൻ്റെ പേരുമായി നിങ്ങളുടെ പേരിനുള്ള സാദൃശ്യം. രണ്ടാമതായി, നിങ്ങൾ വിദൂഷിയും കവിയുമാണ്. എൻ്റെ സഖാവിനെ സംബന്ധിച്ച് നിങ്ങൾ ധാരാളം എഴുതിയിട്ടെന്ന് കേട്ടിട്ടുണ്ട്. ചിലത് കേൾപ്പിക്കാമോ? ലജ്ജയോടെ ഞാൻ ചോദിച്ചു. അങ്ങയോട് ഇതെല്ലാം ആര് പറഞ്ഞു? അർജുനൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ സഖാവ് പല കാര്യങ്ങളും ഗണിച്ചറിയാറുണ്ട്. കുട്ടിക്കാലത്ത് അദ്ദേഹം അനേകം അലൗകിക കൃത്യങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ട്. ആര്യാവർത്തത്തിലെ അലൗകികമായ വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. നിങ്ങൾ എഴുതിയ ചില വരികൾ അദ്ദേഹം പാടാറുണ്ട്. ഞാൻ ലജ്ജ കൊണ്ട് ചുവന്നു. വാസ്തവത്തിൽ ഞാൻ കൃഷ്ണനെ ലക്ഷ്യമാക്കിയാണ് കവിത എഴുതിയത്. അദ്ദേഹം അതെങ്ങനെ വായിച്ചു? നിധംബിനിയുടെ പണിയായിരിക്കും. എൻ്റെ കവിതകൾ കുറച്ചു ദിവസം അവളുടെ പക്കലായിരുന്നു. വായിക്കുവാൻ വേണ്ടി കൊണ്ടുപോയതാണ്. അവൾ അത് ഉദ്യാനത്തിൽ വെച്ചിട്ട് പോന്നു. അടുത്ത ദിവസം കൃഷ്ണൻ ഉദ്യാനത്തിൽ ചുറ്റിക്കറങ്ങുവാൻ പോയപ്പോൾ അത് കൃഷ്ണൻ്റെ കയ്യിലെത്തി. അദ്ദേഹം അത് മടക്കി കൊടുത്തു. ഒരുപക്ഷെ നിധപ്പിനി അപ്പോൾ മനസ്സിലാക്കിയില്ലായിരിക്കും. എന്തായാലും എൻ്റെ കവിത അർജുനൻ്റെ കണ്ടത്തിലൂടെ എത്ര മധുരമായി പുറത്തു വരുന്നു. ഇദ്ദേഹം ഗാന നിപുണനാണല്ലോ. ഞാൻ തലകുനിച്ച് കേട്ടുകൊണ്ട് നിന്നു. അർജുനൻ പറഞ്ഞു, കൃഷ്ണേ, കവിത വളരെ നന്നായിരുന്നു. പക്ഷേ കൃഷ്ണനെ അല്ലാതെ മറ്റാരെങ്കിലുമാണ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മാപ്പു തരുമായിരുന്നില്ല. എന്തായാലും ഞാൻ പറയുന്നതിന് മുൻപ് നിങ്ങൾ എൻ്റെ സഖാവിനെ ഉള്ളൊഴിഞ്ഞ് ഇഷ്ടപ്പെട്ടല്ലോ. അദ്ദേഹത്തിന് എന്ത് കലയാണുള്ളതെന്ന് അറിഞ്ഞുകൂടാ. ഏത് സ്ത്രീയും പ്രഥമ ദർശനത്തിൽ തന്നെ സ്വയം മറന്ന് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു പോകും. നിങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമുക്കിടയിൽ മാനസികമായ അകൽച്ച ഉണ്ടാകാമായിരുന്നു. ചിലപ്പോൾ അദ്ദേഹം ബുദ്ധി ഉപദേശിക്കുമ്പോൾ നമ്മളെ കുഴിയിൽ തള്ളിയിടുകയാണോ എന്ന് തോന്നാം. എന്നാൽ സാവകാശം ആലോചിച്ചാൽ അതിന് പിന്നിൽ മംഗളകാമനമാണ് ഉള്ളതെന്നും മനസ്സിലാക്കും. അദ്ദേഹം ഈ വാർത്ത പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ സ്വയംവരത്തിൻ്റെ കാര്യം ഞങ്ങൾ എങ്ങനെ അറിയാമായിരുന്നു? അതുകൊണ്ട് അദ്ദേഹത്തിൽ ഞങ്ങൾ എന്നും കൃതജ്ഞതയുള്ളവരായിരിക്കും. അങ്ങേക്ക് കൃഷ്ണയേക്കാൾ കൂടുതൽ ഇഷ്ടം കൃഷ്ണനോടാണെന്ന് തോന്നുന്നു. ഞാൻ പരിഹസിച്ചു. അർജുനൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കൃഷ്ണൻ എനിക്ക് പ്രിയപ്പെട്ടവൻ. കൃഷ്ണൻ കൃഷ്ണയ്ക്ക് പ്രിയപ്പെട്ടവൻ. അങ്ങനെ കൃഷ്ണൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. കവിത ചർച്ച ചെയ്ത് കൃഷ്ണന്റെ ഗുണഗുണങ്ങൾ പ്രകീർത്തിച്ച് രാത്രി കടന്നുപോയി. അശ്വനി കുമാരന്മാരുടെ പുത്രന്മാരാണ് നകുലനും സഹദേവനും. ഇരുവരും കാമദേവന്മാരെ പോലെ സുന്ദരന്മാർ.
പൂർണ്ണചന്ദ്രന് തുല്യമായ മുഖം, സ്നിഗ്ധവും ശാന്തവുമായ കണ്ണുകൾ, ജ്യേഷ്ഠനായ യുധിഷ്ഠിരന്റെ ആജ്ഞാനുവർത്തികൾ, അമ്മയുടെ ഏറ്റവും അനുസരണയുള്ള കുട്ടികൾ, ലജ്ജാശീലരും വിനീതരും മര്യാദയുള്ളവരും. എന്നെ ഭാര്യയായി ലഭിച്ചതിൽ രണ്ടുപേർക്കും ആനന്ദമുണ്ടായി. കുന്തിദേവിയുടെ ആജ്ഞയും ജ്യേഷ്ഠന്റെ ആഗ്രഹവും കാരണമാണ് അങ്ങനെ സംഭവിച്ചത്. രണ്ടുപേരും നകുലനാണ് കൂടുതൽ സുന്ദരനായിട്ട് എനിക്ക് തോന്നിയത്. അദ്ദേഹത്തിന് സൗകാര്യവും ലാളിത്യവും അധികമുണ്ട്. വിടർന്ന പുഷ്പപദങ്ങളിൽ പ്രഭാതത്തിലെ സൂര്യവെളിച്ചം പതിക്കുമ്പോൾ ഉണ്ടാകുന്നത് പോലെ കോമളവും സുന്ദരവുമായ മുഖത്ത് തെളിയുന്ന വിനയത്തിന്റെ സ്പർശം മനസ്സിനെ ആകർഷിക്കുന്നു. പ്രഥമ ദർശനത്തിൽ തന്നെ പറഞ്ഞു, ദേവി പാഞ്ചാലി, നിങ്ങളെക്കുറിച്ച് അറിയുവാനിടയായ ദിവസം തന്നെ നിങ്ങളെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹമുണ്ടായി. കാരണം അറിയാമോ? വളച്ചുകെട്ടില്ലാതെയുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് ഞാൻ പുഞ്ചിരിച്ചു. കളികൂട്ടുകാരിയെ എന്ന പോലെ എന്നെ കൈപിടിച്ച് ജനലിനടുത്തേക്ക് കൊണ്ടുപോയി. പാഞ്ചാലി, എൻ്റെ കുതിരകളെ കാണുന്നുണ്ടോ? ഇവയിൽ മാത്രമാണ് എനിക്ക് താല്പര്യം. അവയെ പോറ്റുന്ന ചുമതല ഞാൻ സ്വയം നിർവഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജീവജന്തുക്കളോടും പക്ഷിമൃഗാദികളോടും വലിയ സ്നേഹമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഭവനം സുന്ദരമായ ഒരു അഭയമാണ്. നിങ്ങൾക്ക് പക്ഷിമൃഗാദികളുടെ ഭാഷ മനസ്സിലാകും. അവയുടെ ഇംഗിതം നിങ്ങൾ തിരിച്ചറിയുന്നു. മദയാന നിങ്ങളെ കാണുന്ന മാത്രയിൽ ശാന്തനാവുന്നു. കൊടിയ വിഷസർപ്പം നിങ്ങളുടെ ചവിട്ടേറ്റ് തിരിഞ്ഞുകൊത്തുവാൻ മറന്നുപോകുന്നു. എൻ്റെ കുതിരകളുടെ മേൽനോട്ടം നിങ്ങൾ കൂടി നടത്തുമല്ലോ എന്നാലോചിച്ച് എനിക്ക് ആനന്ദമുണ്ടാകുന്നു. നിങ്ങളുടെ കൂടെ സ്നേഹം ലഭിച്ചാൽ അവർ ഭൂമിയിലെ ഏറ്റവും മികച്ച കുതിരകളായി തീരും. നിങ്ങൾക്ക് വേണമെന്നുണ്ടായെങ്കിൽ വളർത്തു ജന്തുക്കളെ ഇങ്ങോട്ട് കൊണ്ടുവരാം. നമ്മൾ എന്നെങ്കിലും ഹസ്തനാപുരത്തേക്ക് മടങ്ങുമ്പോൾ നിങ്ങൾ റാണിയായി തീരും. നിങ്ങളുടെ വളർത്തു ജന്തുക്കൾ രാജകീയ സുഖസൗകര്യങ്ങളോടെ കൂടി ജീവിക്കും. അവ ഭക്ഷണം കഴിച്ചില്ല എങ്കിൽ നിങ്ങളുടെ വിശന്നിരിക്കുന്നതിനും കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അവയെ ഉപേക്ഷിക്കുക സാധ്യമല്ലല്ലോ. അങ്ങിതൊക്കെ എങ്ങനെ അറിഞ്ഞു? ഞാൻ കൗതുകത്തോടെ ചോദിച്ചു. നകുലൻ പറഞ്ഞു, നിങ്ങളുടെ ജന്മവൃത്താന്തം മുതൽ ഇതുവരെയുള്ള സംഭവങ്ങളെല്ലാം ഗോവിന്ദൻ ഞങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് നിങ്ങളുടെ രൂപഗുണങ്ങളുടെ ഖ്യാതി കേട്ട് ഞങ്ങളെല്ലാം മനസ്സാ നിങ്ങളെ ആഗ്രഹിച്ചു തുടങ്ങി. നിങ്ങളെ ലഭിച്ചതിൽ ഗോവിന്ദനോട് ഞങ്ങൾ എന്നേക്കും കടപ്പെട്ടവരായിരിക്കും. ഞാൻ ആലോചിച്ചു, ഈ സുചിന്തമായ പദ്ധതിക്ക് പിന്നിൽ ഗോവിന്ദന് എന്തുദ്ദേശമായേക്കും ഉണ്ടാവുക? നകുലൻ കണ്ണാടിയിൽ പ്രതിഫലിച്ച രീതിയിൽ എൻ്റെ രൂപം വീണ്ടും വീണ്ടും നോക്കി നിന്നു. ശയനമുറിയിലെ നവവധുവിൻ്റെ ചമയങ്ങളെക്കാൾ സ്വന്തം വേഷവിധാനം അദ്ദേഹത്തെ കൂടുതൽ മോഹിപ്പിച്ചെന്ന് തോന്നുന്നു. അദ്ദേഹം തൻ്റെ ആഭൂഷണങ്ങളും വസ്ത്രങ്ങളും കൂടെ കൂടി ശരിയാക്കിക്കൊണ്ടു നിന്നു. കണ്ണാടിയിൽ തൻ്റെ രൂപം കണ്ട ആത്മഹർഷം അനുഭവിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിശുസഹജമായ ആത്മകേന്ദ്ര ഭാവം എനിക്ക് ആമോദമേകി. കോമളവും അതിതുല്യവുമായ ആ സൗന്ദര്യത്തെ കൈക്കുമ്പിളിൽ നിറച്ച് ലാളിക്കുവാനും സ്നേഹിക്കുവാനും മനസ്സ് വെമ്പി. ഈ ഭർത്താവിനോട് പ്രത്യേകിച്ച് ഏറ്റുമുട്ടലൊന്നും ഉണ്ടാകുകയില്ല. കുതിരകൾ ഭംഗിയുള്ളവയാണ്, അന്നും സുന്ദരനാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രശംസനകനാവും. നകുലൻ ചോദിച്ചു, എന്നെ ഇഷ്ടപ്പെട്ടോ? എൻ്റെ രൂപം നിങ്ങളുടെ മനസ്സിന് യോജിച്ചതാണോ? സുന്ദരിമാർ തങ്ങളുടെ ഭർത്താവും സുന്ദരനായിരിക്കുമെന്ന് ആഗ്രഹിക്കുമെന്ന് എനിക്കറിയാം. അതിൻ പ്രകാരം ഞാൻ നിങ്ങൾക്ക് അനുരൂപനാണോ അല്ലയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കും. അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളുടെ അർത്ഥം ഞാൻ മനസ്സിലാക്കി. എൻ്റെ സൗന്ദര്യം പരിഗണിക്കുമ്പോൾ 5 ഭർത്താക്കന്മാരിൽ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ താനാണ് ശ്രേഷ്ഠനെന്ന് പറയുവാൻ നകുലൻ ആഗ്രഹിച്ചു. ശയ്യാഗ്രഹത്തിൽ ഭർത്താവ് ഭാര്യയുടെ സൗന്ദര്യം വർണ്ണിക്കുന്നത് കേൾക്കുവാൻ ഇമ്പമാണ്. എന്നാൽ എനിക്കിങ്ങനെ പറയേണ്ടി വന്നു. അങ്ങയുടെ സൗന്ദര്യത്തിന് മുൻപിൽ ഞാൻ നിഷ്പ്രഭയാണ്. എന്നെ അങ്ങേക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയും. ഈ വിവാഹം ജ്യേഷ്ഠൻ അങ്ങയുടെ മേൽ അടിച്ചേൽപ്പിച്ചതാണ്. അമ്മ ബാധ്യസ്ഥനാക്കിയതാണ്. അങ്ങേക്ക് ഇഷ്ടമോ അനിഷ്ടമോ പ്രകടിപ്പിക്കുവാൻ അവസരം ലഭിച്ചില്ല. നകുലൻ മുഗ്ധഭാവത്തോടെ എന്നെ നോക്കി വിഹുല്ല സ്വരത്തിൽ പറഞ്ഞു, കൃഷ്ണേ, ഈശ്വരൻ സൃഷ്ടിയുടെ സൗന്ദര്യം മുഴുവൻ എന്നെ ഒരുക്കിയൊഴിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ജീവിതസഖിയിൽ ഇതിന് കുറവുണ്ടാകുമോ എന്നെനിക്ക് ഉത്കണ്ഠയുണ്ടായിരുന്നു. പ്രജാപതിയുടെ ബുദ്ധിയും ജ്ഞാനവും അപാരം തന്നെ. നിങ്ങളുടെ ഭുവനം മയക്കുന്ന സൗന്ദര്യത്തിൽ അതിനു മുമ്പിൽ ഞാൻ നിഷ്പ്രഭനായി പോകുമെന്ന് വിചാരിച്ച് എൻ്റെ സ്നേഹിതന്മാർ എന്നെ വളരെ പണിപ്പെട്ട് അണിയിച്ചൊരുക്കിയതാണ്. ഞാൻ ചിരിച്ചു. നകുലൻ്റെ സരളവും നിഷ്കളങ്കവുമായ സംഭാഷണം എനിക്ക് നന്നേ ഇഷ്ടപ്പെട്ടു. നകുലൻ എൻ്റെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയാകുമെന്ന് എനിക്ക് മനസ്സിലായി. മനസ്സ് തുറന്ന് അദ്ദേഹത്തോടെല്ലാം പറയണമെന്ന് ഞാൻ ചിന്തിച്ചു. നകുലനെ പോലെ സഹദേവനും ലജ്ജാലുവും വിനീതനുമാണ്. മിതഭാഷി, അത്യാവശ്യമില്ലെങ്കിൽ ഉരിയാടുകയില്ല. അദ്ദേഹത്തിൻ്റെ മനോഹരമായ അവയവങ്ങളിൽ കവിതയുടെ വരികൾ എഴുതപ്പെട്ടിരുന്നു. കണ്ണുകളിൽ ഘനീഭവിച്ച സ്വപ്നങ്ങൾ അഭിസാരം നടത്തുന്നു.
ഗഹനഭാവങ്ങളിൽ അവിരാമം മഗ്നനാകുന്ന അദ്ദേഹത്തെ നോക്കുമ്പോൾ കവിതയുടെ ഛന്ദസ് കേൾക്കുവാൻ കഴിയും. എന്നെ കണ്ട ഉടൻ വികാരസാന്ദ്രമായ കണ്ണുകളിൽ കവിത വിരിഞ്ഞു. ഏതാനും നിമിഷം നർമ്മനിർമ്മേഷനായി നോക്കി നിന്നു. ഞാൻ ലജ്ജിച്ച് നിശ്ചേഷ്ടയായിരുന്നു. അദ്ദേഹം മുഗ്ധഭാവത്തോടെ എന്നെ നോക്കിക്കൊണ്ടേയിരുന്നു. നേരെ വിഷാദത്തോടെ അദ്ദേഹം നെടുവേർപ്പെട്ടു. എനിക്ക് ഉത്കണ്ഠയായി. എന്തെങ്കിലും ദുഃഖമുണ്ടോ? എന്താണ് കാരണം? അദ്ദേഹം ഒന്നും സംസാരിച്ചില്ല. ഞാൻ തന്നെ ആദ്യം സംസാരിക്കേണ്ടി വരുമോ? അല്പം കഴിഞ്ഞ് അദ്ദേഹം വാ തുറന്നു. കൃഷ്ണേ, ഭൂമിയിൽ മനുഷ്യന് മാത്രമാണ് ചേതനയുള്ളത്. അവൻ ഭാവിയെക്കുറിച്ച് ബോധവാനാണ്. അതിനാൽ അവൻ ഭയക്കുന്നു, ദുശ്ചിന്തകളിൽ ചെന്ന് ചാടുന്നു, സ്വപ്നം കാണുന്നു, ഭാവിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ സ്വയം മറക്കുന്നു. എന്നാൽ മൃഗങ്ങൾക്ക് ഭാവിയെക്കുറിച്ചുള്ള ചിന്തയില്ല. അവയെ സംബന്ധിച്ചിടത്തോളം വർത്തമാനകാലമാണ് ശ്രേഷ്ഠം. മനുഷ്യൻ ഭാവി ആസൂത്രണം ചെയ്യുന്നതിനിടയിൽ പാപം ചെയ്യുന്നു, പുണ്യവും ചെയ്യുന്നു. ഭാവിയെ സംബന്ധിച്ച് മനുഷ്യ മനസ്സിൽ ആദികാലം മുതൽ തന്നെ അന്തിമമായ കൗതൂഹലവും ഉദ്വേഗവും നിറഞ്ഞു നിൽക്കുന്നു. സ്വയംവര സഭയിൽ നിങ്ങളെ കണ്ടപ്പോൾ തന്നെ നിങ്ങളുടെ ഭാവി എൻ്റെ കൺമുന്നിൽ തെളിഞ്ഞു വന്നു. ആശ്ചര്യജനകമായ നിങ്ങളുടെ ഭാവി നിങ്ങളോടൊപ്പം പങ്കാളിയാകണമെന്ന് അപ്പോൾ തന്നെ എൻ്റെ മനസ്സാഗ്രഹിച്ചു. ഞങ്ങൾ ഹസ്തിനാപുരിയിലെ രാജകുമാരന്മാരാണ്. എങ്കിലും കഠിനമായ പരീക്ഷയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതവുമായി നിങ്ങളെ കോർത്തിണക്കുമ്പോൾ ഗോവിന്ദൻ എന്താണ് ആഗ്രഹിച്ചതെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. എനിക്കൊരു കാര്യം മാത്രം അറിയാം. ഞങ്ങളുടെ ജീവിതപാതയിൽ നിങ്ങൾ അനുയോജ്യയായ സഹയാത്രികയായി തീരും. ഇത്രയും മനസ്സിലാക്കിയത് മൂലം നിങ്ങളെ കിട്ടുവാൻ മനസ്സിലുദിച്ച ആഗ്രഹം പൂർണ്ണമായി. എന്നാൽ ഒരു കാര്യം ഓർമ്മിക്കണം, എൻ്റെ ആഗ്രഹങ്ങൾ മനസ്സ് തുറന്ന് പറയുവാൻ എനിക്ക് സാധിക്കുകയില്ല. കുട്ടിക്കാലം മുതൽക്കേ ഞാൻ വലിയ അഭിമാനിയാണ്. ഞാനും നകലനും അമ്മ മാധുരിയുടെ ഇരട്ടക്കുട്ടികളാണ്. നകലൻ എന്നേക്കാൾ സുന്ദരനാണ്, ചപലനും കരുത്തനുമാണ്. അതിനാൽ എന്നെ പിറകോട്ട് തള്ളുമാറ്റിയിട്ട് എല്ലാവരും അദ്ദേഹത്തിന് കൈയടിക്കും. മാതാപിതാക്കളോട് സ്നേഹം കിട്ടുന്നതിൽ പോലും ഞാൻ പിന്നിലായിപ്പോയി. ബാല്യത്തിൽ തന്നെ അച്ഛൻ ഭരിച്ചു. കുന്തി ദേവിയാണ് ആ നഷ്ടം നികത്തിയത്. കുട്ടിക്കാലം മുതലേ മൗന സ്വഭാവക്കാരനായിരുന്നതിനാൽ ഞാൻ എന്നെക്കുറിച്ചധികം ചിന്തിച്ചിട്ടില്ല. കുന്തി ദേവിയെ ഭീമസേനൻ വല്ലാതെ ബുദ്ധിമുട്ടിച്ചതിരുന്നതിനാൽ അവരെ കൂടുതൽ വിഷമിപ്പിക്കരുതെന്ന് ഞാൻ വിചാരിച്ചു. അതിനാൽ ഞാൻ കിട്ടുന്നതൊക്കെ കൊണ്ട് തൃപ്തനായി കഴിഞ്ഞുകൂടി. നിങ്ങളെൻ്റെ ഭാര്യയാണ്. എനിക്ക് മാത്രമല്ല, മറ്റ് 4 സഹോദരന്മാർക്കും നിങ്ങളുടെ മേൽ തുല്യമായ അവകാശമുണ്ട്. എന്നാൽ അവരെല്ലാം നിങ്ങളുടെ സ്നേഹവും ബഹുമാനവും സാന്നിധ്യവും നേടുന്ന കാര്യത്തിൽ എന്നെ പിന്തള്ളിയാൽ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയില്ല. ബലാത്കാരേണ എൻ്റെ അവകാശം സ്ഥാപിക്കുവാൻ ശ്രമിക്കുകയുമില്ല. കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുകയാണ് എൻ്റെ നയം. എന്നാൽ ഭർത്താവിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ഭാര്യയുടെ കർത്തവ്യമാണ്. നിങ്ങൾ സ്വന്തം കർത്തവ്യം യഥോചിതം അനുഷ്ഠിച്ചാൽ എനിക്ക് വാതുറന്നൊന്നും പറയേണ്ടി വരികയില്ല. ഞാൻ നിശബ്ദയായിരുന്നു. ഈശ്വരൻ എന്തിനാണ് എനിക്ക് ഇത്രയേറെ ഗുണങ്ങൾ നൽകിയത്? അതുകൊണ്ടല്ലേ 5 സഹോദരന്മാരും സ്വന്തം അഭിരുചികളും ഇഷ്ടങ്ങളും എന്നിൽ കണ്ടെത്തിയത്. എനിക്കെല്ലാവരെയും പൂർണ്ണമായും തൃപ്തിപ്പെടുത്തുവാൻ സാധിച്ചേ ഇല്ല എങ്കിൽ എന്ത് ചെയ്യും? എല്ലാവരെയും തൃപ്തിപ്പെടുത്തുവാൻ ആർക്കെങ്കിലും കഴിയുമോ? ഈശ്വരന് പോലും അത് സാധ്യമല്ല. എല്ലാവരെയും തൃപ്തിപ്പെടുത്തുവാൻ ശ്രമിച്ചാൽ ആർക്കും തൃപ്തി ഉണ്ടാവുകയുമില്ല. ഇതെല്ലാം ആലോചിച്ചെൻ്റെ മനസ്സിൻ്റെ വിശ്വാസം നഷ്ടപ്പെടുന്നതായി തോന്നി. ഒരു നിസ്സഹായ അവസ്ഥ. ഞാൻ സ്വയം ചോദിച്ചു, എന്നെ ആര് സഹായിക്കും? ഞാൻ ആരെ വിശ്വസിക്കും? എൻ്റെ ജീവിതം ഒരു പ്രഹസനമായി തീർന്ന ഗോവിന്ദനെയാണോ? ഇതുപോലെയായിരിക്കും അദ്ദേഹത്തിന് സുഖം തോന്നുന്നത്. ശരി, എനിക്ക് സുഖം തന്നെ തന്നയാൾ തൻ്റെ ഭർത്താക്കന്മാരുടെ പ്രിയ സഖാവാണ്. താങ്കൾക്ക്, അതായത് സുഖം തോന്നിയാൽ എൻ്റെ ഭർത്താക്കന്മാർക്കും സുഖമുണ്ടാകും. അങ്ങനെ എൻ്റെ ജീവിതം സാർത്ഥകമാകും. വിവാഹോത്സവം 5 ദിവസം നീണ്ടുനിന്നു. വാദ്യാഘോഷം, വെളിച്ചം, നൃത്തഗീതങ്ങൾ, ഗാഥാനം, സദ്യ മുതലായവ കൊണ്ട് പാഞ്ചാല രാജധാനി ഇന്ദ്രലോകം പോലെ ആനന്ദമുഖരിതമായി. വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞു. അടുത്തതായി വധൂവരന്മാരെ യാത്രയയക്കാം. എൻ്റെ ഭാഗ്യദോഷനെന്ന് പറയട്ടെ, എൻ്റെ ഭർത്താക്കന്മാർ സ്വന്തം രാജ്യത്തിൽ നിന്നും നിഷ്കാസനം ചെയ്യപ്പെട്ടവരാണ്. പ്രാണരക്ഷാർത്ഥം അവർ വനവാസികളായി ചുറ്റിക്കറങ്ങുകയാണ്. എൻ്റെ അച്ഛൻ നൽകിയ സ്ത്രീധനവും മറ്റും ഏത് കാട്ടിൽ കൊണ്ടുപോയി വയ്ക്കും. ഓരോ ജാമാതാവിനും സ്വർണ്ണാഭരണങ്ങൾ അലങ്കരിക്കപ്പെട്ട കുതിരകളെ പൂട്ടിയ 1000 രഥങ്ങൾ, 1000 വെളുത്ത ആനകൾ, ആനകളുടെ പുറത്ത് സ്വർണ്ണാഭരണങ്ങളും വൈരവും ഇന്ദ്രനീലവും മാണിക്യവും നിറച്ച പെട്ടികൾ, നാനാതരം വിലാസ സാമഗ്രികൾ, ദാസിമാരായ അനവധി സുന്ദന്മാരായ യുവതികൾ, അങ്ങനെ ധാരാളം ഉപഹാരങ്ങൾ കൊടുത്തിരുന്നു. ഓരോ ജാമാതാവിനും വിലപിടിപ്പിച്ചിട്ടുള്ള വസ്ത്രാഭരണങ്ങൾ ഉപഹാരമായി നൽകപ്പെട്ടിരുന്നു. എനിക്ക് വേണ്ടി 1000 രഥങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പൂച്ചെടികൾ വെച്ച ചട്ടികളും വളർത്തു ജന്തുക്കളും ഗ്രന്ഥാലയവും സംഗീത സാമഗ്രികളും നാനാതരം വസ്ത്രാഭരണങ്ങളും നൽകി.
അച്ഛൻ്റെ സുഹൃത്തുക്കളുടെ രാജ്യങ്ങളിൽ നിന്നും ധാരാളം സമ്മാനങ്ങൾ നൽകി. ദ്വാരകാധീശനായ ശ്രീകൃഷ്ണൻ അനേകം ഉപഹാരങ്ങൾ നൽകി. അക്കൂട്ടത്തിൽ ഇന്ദ്രനീല കല്ല് പതിച്ച ഒരു മോതിരമുണ്ടായിരുന്നു. കൂടെ മായ എന്നു പേരുള്ള ഒരു പരിചാരകി. കൃഷ്ണൻ എന്നോട് പറഞ്ഞു, ഇത് രണ്ടും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവയാണ്. ഇന്ദ്രനീലം പതിച്ച മോതിരം നിങ്ങൾക്ക് ആശീർവാദമായി തരികയാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മോതിരമാണിത്. ഇത് ഞാൻ വിരലിൽ അണിഞ്ഞിരുന്നതുമാണ്. ഇതിനൊരു വിശേഷ ഗുണമുണ്ട്. ഈ മോതിരത്തിൻ്റെ മധ്യഭാഗത്ത് ഏതാനും നിമിഷം ഏകാഗ്രതയോടെ നോക്കിയാൽ മനസ്സിൻ്റെ ക്ലേശങ്ങൾക്ക് സമാധാനം ലഭിക്കും. അത്യന്തം ലാവണ്യവമായ മായയെ ചൂണ്ടിക്കാണിച്ചിട്ട് ഗോവിന്ദൻ പറഞ്ഞു, ബാല്യം മുതൽ ഇന്നുവരെ ഇവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവളാണ്. ഇവൾക്ക് എന്നെ വലിയ ഇഷ്ടമാണ്. ആരെങ്കിലും എന്നെ അമ്പരിപ്പിക്കാതിരിക്കുവാൻ വേണ്ടി ഇവൾ എപ്പോഴും എൻ്റെ കൂടെ കഴിയുന്നു. എന്നാൽ ഒരു കാര്യം പറയേണ്ടതുണ്ട്. അവൾക്ക് ഹൃദയത്തിൽ ഇടം കൊടുക്കുന്നവരെ അവൾ സ്നേഹം കൊണ്ട് മൂടിക്കളയും. ദുഃഖങ്ങൾ ഇല്ലാതാക്കുവാൻ എൻ്റെ ഈ ദാസിക്ക് കഴിവുണ്ട്. എൻ്റെ പല ജോലികളും അവളാണ് സാധിച്ചു തന്നിട്ടുള്ളത്. ഇവളില്ലായിരുന്നുവെങ്കിൽ ദ്വാരകയിൽ നിന്നും ഹസ്തിനാപുരിയിലെത്തുകയും ഈ പാണ്ഡവന്മാരുടെയും പല സമസ്യകൾക്കും സമാധാനം കണ്ടെത്തുകയും ബുദ്ധിമുട്ടാകുമായിരുന്നു. അർജുനനാണെങ്കിലും എൻ്റെ പ്രിയ സഖാവാണ്. അയാളുടെ പ്രിയഭഗ്നി എന്ന നിലയിൽ നിങ്ങൾ എൻ്റെ പ്രിയ സഖിയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ആദ്യ സമ്മാനമെന്ന നിലയിൽ എൻ്റെ പ്രിയ മായയെ തരുന്നു. ഞാൻ കൃതജ്ഞതയോടെ പറഞ്ഞു, ദീർഘകാലം അങ്ങയോടൊപ്പം ഉണ്ടായിരുന്ന, അങ്ങയുടെ എല്ലാ സമസ്യകൾക്കും പരിഹാരം കണ്ടെത്തിയിരുന്ന, അങ്ങനെ സഹായിക്കുന്ന ഇവളെ എനിക്ക് വിട്ടുതന്നതിൽ അങ്ങയുടെ കാര്യം എങ്ങനെ നടക്കും? അങ്ങയെ ആര് പരിചരിക്കും? ഗോവിന്ദൻ ഗംഭീര സ്വരത്തിൽ പറഞ്ഞു, നോക്കാം. എൻ്റെ സമസ്യയേക്കാൾ നിങ്ങളുടെ സമസ്യയാണ് ഇപ്പോൾ പ്രാധാന്യമുള്ളത്. നിങ്ങൾ 5 ഭർത്താക്കന്മാരോടൊപ്പം ജീവിക്കേണ്ടവളാണ്. അതിനാൽ നിത്യവും നൂതന സമസ്യകളെ നേരിടേണ്ടി വരും. അവയ്ക്ക് സമാധാനം കണ്ടെത്തുന്നതിൽ തീർച്ചയായും ഇവൾ സഹായിക്കും. അതുകൊണ്ടാണ് ഞാൻ അവളെ നിങ്ങൾക്ക് തരുന്നു വിട്ടുപോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയാസമുണ്ടാകും. 5 ഭർത്താക്കന്മാരോടുമുള്ള ദുർവഹമായ ഉത്തരവാദിത്തത്തിൽ അസ്വസ്ഥരായി നിങ്ങൾ ഒരുപക്ഷെ സന്യാസിനിയായി കാട്ടിൽ പോയാലോ എന്ന് ആലോചിക്കും. അപ്പോൾ നിങ്ങളെ തടയുവാൻ ആരെങ്കിലും വേണ്ടേ? ഗോവിന്ദൻ്റെ മൃദുമന്ദഹാസത്തിൽ പറയപ്പെടാത്ത അനവധി കാര്യങ്ങളുണ്ടായിരുന്നു. ആ പുഞ്ചിരിയിൽ ഞാൻ എല്ലാം മറന്നു. ഞാൻ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് നിന്നു. എൻ്റെ വൈവശ്യം അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. മുഖത്ത് എത്ര ഗർവ് കാട്ടിയാലും 5 ഭർത്താക്കന്മാർ കാരണം ഞാൻ വിഷമാവസ്ഥയിൽ പെട്ടുപോയെന്ന് സഖാവായ കൃഷ്ണന് മാത്രമേ മനസ്സിലാവൂ. സഖിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവളാണെങ്കിലും നിതുംബിനി മായയെപ്പോലെ ബുദ്ധിമതിയാണോ? അതുകൊണ്ടായിരിക്കും അദ്ദേഹം മറ്റു ഉപഹാരങ്ങളോടൊപ്പം മായയും ദാനം ചെയ്തു. പക്ഷെ ഇത്രയേറെ ഉപഹാരങ്ങൾ കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകുവാനാണ്? അച്ഛൻ എല്ലാ അവസ്ഥയും മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു, പഞ്ചപാണ്ഡവന്മാർക്കും കുന്തിദേവിക്കും എത്ര നാൾ വേണമെങ്കിലും പാഞ്ചാല രാജ്യത്ത് അതിഥികളായി കഴിയാം. അവർക്ക് ആതിഥ്യം നൽകുന്നതിലൂടെ പാഞ്ചാല ദേശത്തിൻ്റെ അന്തസ്സ് വർദ്ധിക്കുകയുള്ളൂ. അച്ഛൻ അതുകൊണ്ട് കൂടുതൽ സുഖം അനുഭവപ്പെടും. എന്നാൽ എനിക്കെങ്ങനെ സുഖം നൽകുവാനാണ്? ഇതിലെനിക്ക് എന്ത് അന്തസ്സാണുള്ളത്? നേരെ മറിച്ച് എൻ്റെ മാനം നഷ്ടപ്പെടുകയല്ലേ ഉള്ളൂ. ഞാൻ എന്നെ അച്ഛൻ്റെ ദാരിദ്ര്യ അഭയാർത്ഥിയായി കണക്കാക്കും. അച്ഛൻ്റെ സഹോദരൻ്റെയും ചിലവിൽ എത്ര കാലം ജീവിക്കും? ഇന്നലെ വരെ എൻ്റേതായിരുന്ന രാജ്യത്ത് ഇന്ന് ഞാൻ അതിഥിയാകുക. സമുദമായ രഥത്തിലെ രീതികൾ എത്ര വിചിത്രമാണ്. അതിഥിയായി ഒരാൾക്ക് എത്ര കാലം കഴിയുവാൻ പറ്റും? എൻ്റെ ഭർത്താക്കന്മാരോട് അഭിമാനം ക്ഷയിക്കും. കുറച്ചു കാലം കഴിയുമ്പോൾ എല്ലാവരും അവരെ നിന്നയോടെ നോക്കും. ഇതാണ് ലോക നിയമം. അച്ഛൻ്റെ രാജ്യത്തിൻ്റെ ഭർത്താക്കന്മാർക്ക് അല്പം പോലും അപമാനം ഉണ്ടാകാതെ നോക്കേണ്ടത് എൻ്റെ ജോലിയാണ്. അച്ഛൻ്റെ വീട്ടിൽ താമസിച്ചിടത്തോളം കാലം ഞാൻ പുത്രീധർമ്മം വേണ്ട പോലെ പാലിച്ചു. ഇപ്പോൾ പത്നീധർമ്മം പാലിക്കേണ്ട സമയമാണ്. എൻ്റെ ഭർത്താക്കന്മാർ രാജ്യം നഷ്ടപ്പെട്ടവരാണ്, നിർധരനാണ്, കിടപ്പാടമില്ലാത്തവരാണ്. എന്നാൽ അവരുടെ ശരീരത്തിലും വീര്യത്തിലും വ്യക്തിത്വത്തിനും യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. അവരുടെ പേരിൽ എനിക്ക് അഭിമാനം ഉണ്ടാകാതിരിക്കുന്നത് എങ്ങനെയാണ്? ധനവാനാകുക പൗരുഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും സൂചനയാകാം. എന്നാൽ അന്യായമായി പണം സമ്പാദിക്കുന്നത് പൗരുഷമാണെന്ന് പറയുവാൻ പറ്റുകയില്ല. കൗരവന്മാർ പാണ്ഡവന്മാരെ അന്യായ മാർഗത്തിലൂടെ രാജ്യഭ്രഷ്ടരാക്കിയ ശേഷം ഹസ്തിനാപുരത്തിൻ്റെ അധികാരികളായി തീർന്നു. എങ്കിലും അതുമൂലം അവർ പാണ്ഡവരെക്കാൾ കൂടുതൽ പൗരുഷന്മാരുള്ളവരാണെന്ന് തെളിയുന്നില്ല. ഇപ്പോൾ അവർ ആര്യാവർത്തം മുഴുവൻ നിന്ദയ്ക്ക് പാത്രീഭൂതരായിരിക്കുന്നു. നിർധനരായ പാണ്ഡവ സഹോദരന്മാർ ധർമാത്മാക്കളാണ്. അതിനാൽ ആര്യാവർത്തത്തിൽ എല്ലായിടത്തും അവർ പ്രകീർത്തിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് റാണി അല്ലായിരുന്നിട്ടുകൂടി എൻ്റെ അന്തസ്സിന് ഹാനി സംഭവിക്കാഞ്ഞത്. സത്യം പറയട്ടെ, ഞാൻ എൻ്റെ 5 ഭർത്താക്കന്മാരുടെ പേരിൽ അഭിമാനം കൊള്ളുന്നു. തുടരും.